മാർഗരേഖയിൽ സുപ്രീം കോടതി സ്റ്റേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സംസ്ഥാനത്ത് നമുക്കറിയാം, ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം, ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അത് പാലിക്കാൻ സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകൾ നിർബന്ധിതമായാൽ ഉത്സവങ്ങളെയും പൂരങ്ങളെയും ഒക്കെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്ന സാഹചര്യമുണ്ടായിരുന്നു. പൂര നടത്തിപ്പുകാരും ഉത്സവപ്രേമികളും ദേവസ്വം ബോർഡുകളും ഒക്കെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇന്ന് ഈ ഹർജി പരിഗണിച്ചു. സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അത് പ്രായോഗികമല്ല, അതിന് സ്റ്റേ അനുവദിക്കുന്നു എന്നതാണ്. അതായത് സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കില്ല എന്ന വിലയിരുത്തലിലേക്ക് സുപ്രീം കോടതി വരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡുകൾക്ക് മുന്നിൽ അവർക്ക് വലിയ ആശ്വാസകരമായ തീരുമാനമാണ് ഉണ്ടാവുന്നത്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 2012 ചട്ടങ്ങൾ പ്രകാരമായിരിക്കണം എഴുന്നള്ളിപ്പ് എന്നതാണ് അവർ മുന്നോട്ട് വെച്ച വാദം. ഇത് സുപ്രീം കോടതി അംഗീകരിച്ചു എന്നതാണ് നിലവിലെ സാഹചര്യം. അതായത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടയ്ക്ക് ഹൈക്കോടതി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ അത് പ്രായോഗികമല്ല എന്നതാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി പ്രാഥമികമായി തന്നെ നടത്തിയിരിക്കുന്ന വിലയിരുത്തൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. ചട്ടങ്ങൾ പാലിച്ച് എഴുന്നള്ളിപ്പ് നടത്താം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധി. വളരെ പ്രാധാന്യമുള്ള ഒരു വിധിയാണ്. സംസ്ഥാനത്ത് ഈ ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ രൂപപ്പെട്ടു. ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം. സംസ്ഥാനത്ത് ഉത്സവ സീസൺ ആരംഭിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടാവുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ ഈ തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പ് തന്നെ പൂർണ്ണമായും പ്രതിസന്ധിയിലായി പോകുന്ന സാഹചര്യമുണ്ടാവും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ഇത് സുപ്രീം കോടതിയിലേക്ക് പോയത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഈ തൃപ്പൂണിത്തുറയിൽ പൂർണ്ണത്രയ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്ന് കാട്ടി കേസെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. വനംവകുപ്പ് കേസെടുത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾക്കിടയിലാണ് സുപ്രീം കോടതിയുടെ ഈ വിധി വരുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത്